അടിയും കൊണ്ട് നിന്ന് മോങ്ങാൻ നാണോ തിരിച്ചറിയടാ. കയ്യടിയും ആവേശമൊക്കെ കണ്ട് വലിയ ഹീറോ ആണെന്നാണോ വിചാരം? കോളേജിൽ കിടന്ന് അടിയുണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അടി കിട്ടുന്നേക്കാളും നല്ലത് കൊടുക്കുന്നില്ല. എനിക്ക് പേടിയാവും. തൊട്ടനും പിടിച്ചുണക്കി പൊട്ടിത്തെറിക്കുന്ന നിന്റെ ഈ സ്വഭാവം. തൊട്ടാ പൊട്ടുന്ന പ്രായമല്ലേ, അത് മാറിക്കോളും. ഫൈനൽ ഇയർ ആണെന്നൊരു വിചാരം വേണം. എക്സാംസ് പാസ്സാവണം, ജോലി കിട്ടണം. എന്റെ അപ്പൻ എന്തായാലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തിന്? നിന്നെ കെട്ടാൻ. എന്താ വേണ്ടേ? വേണോ? ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. എന്താ? എൻ്റെ പൊന്നളിയാ, ആ പ്രോപ്പർട്ടി കിട്ടിയ കാശിന് ഞാനും കൊടുത്തൊന്നു വലിയ ലാഭം നോക്കിയില്ല. റിയൽ എസ്റ്റേറ്റ് കൊണ്ടൊന്നും ഇനി പിടിച്ചിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ പിന്നെ ഇത് എവിടേക്ക് പറിച്ചോണ്ട് പോന്നി? എന്നെ പിടിച്ചിരുത്താൻ. അഞ്ജലി, വീട്ടിലൊരു സാധനം വെച്ചാ വെച്ചത് കാണണ്ട. അഞ്ജലി, അഞ്ജലി, വിളിച്ചാലും അതെങ്ങനെയാണ്? നാട്ടിലും റോഡിലും കിടന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് വീട്ടിൽ കൊണ്ടുപോകും. എന്ത് സാധനം? കാറിന് കീയോടെ. അതിനെന്തിനാ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? സമാധാനത്തിൽ നോക്കിയാ പോരെ. ദേഷ്യം പിടിച്ചില്ലല്ലോ, കാറിന് കീയോടെ ചോദിച്ചേ.
ലേറ്റ് ആയ ഞാനും ലേറ്റ് ആയി. യെല്ലോ എല്ലാം നമ്മളിറക്കി ഇതൊന്നായിട്ട് പുസ്തകത്തിനകത്ത് അടയ്ക്കേണ്ട. പകുതി പുസ്തകത്തിലും പകുതി ATM കാർഡിലും അടക്കി. അക്കൗണ്ടിലുള്ള മുഴുവൻ ATM കാർഡ് ഉണ്ട്. അത് പറ്റൂല. ഒരക്കാര് ലക്കും ലഗാനില്ലാതെ പൈസ എടുത്ത് നശിപ്പിച്ചാല് എന്റെ മോനെ ബഷീർ ഭയങ്കര സാധനമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് 1000 ഉറുപ്പ്യ അടിച്ചു കഴിഞ്ഞാൽ 500 ഉറുപ്പ്യ കിട്ടുന്ന സിസ്റ്റം ആക്കാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ഇനിയിപ്പോ എന്ത് ബാങ്ക് ബാങ്കുണ്ടോ ഞാൻ മുന്നോട്ടെ. ശരിയായില്ല. നോക്കി എന്താണ് പ്രകാശ? ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയത് ശരിയായിട്ട് ഇതിന്റെ തുമ്പ് ഉണ്ടാവുന്ന എന്താണ് ചേട്ടാ? അല്ല തെളിയുന്നില്ല. ഇത് വെച്ചു. താങ്ക്സ് ചേട്ടാ. അല്ല സാറേ, അക്കൗണ്ട് നമ്പർ എത്ര കോളം? പിന്നെ ഒരു 14 കോളം. ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതിയാലും വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയാലും 5 കോളം പിന്നെയും ബൈക്ക്. എന്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ? സാർ ആ അക്കൗണ്ട് നമ്പർ എഴുതി സാറേ. ഓ അത് മതിയല്ലേ? ഓ ശരി. ചത്തിട്ടില്ല. ഒന്ന് ബാങ്ക് വരെ വന്നതാ. തിരിച്ചു വിളിക്കാം. അവളുടെ ഒരു പൂമുഖവാദിന്. എക്സ്ക്യൂസ് മീ. അയ്യോ സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എനിക്കും കുറച്ച് തിരക്കുണ്ട്. ആണോ? സാർ അക്കൗണ്ടിൽ ഇട്ടിരുന്നോളൂ. അവിടെ പ്ലീസ്, അവിടെ ഇരുന്നോളൂ. എടുത്തു, അങ്ങോട്ട് എടുത്തോട്ടെ. മോർണിംഗ് സാർ. കൻ ഐ ഹെൽപ്പ് യു? ഒരു 10 ലക്ഷം രൂപയുണ്ട്. FD ഇടണം ഭാര്യയുടെ പേരിൽ. അയ്യോ സാർ, ഇവിടെ കുറച്ച് തിരക്കുണ്ട്. ബൈ ബൈ സിന്ധു. ബൈ ബൈ പ്രകാശ. ഓക്കെ ഓടെ. അതെ, FD കസ്റ്റം ശരിക്കും എനിക്ക് വന്ന് ഞാനാ തട്ടി ഇപ്പത്തെത്തിച്ചേ. സ്മരണ വേണോട്ടോ, സ്മരണ. കാറ് മേടിച്ചെന്റെ ചെലവോലും ചെയ്തിട്ടില്ലട്ടാ. ഓ പ്രകാശ, നീ പറയാനുള്ള പറഞ്ഞാൽ മതി. ഇങ്ങനെ മേത്തരയ്ക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് തൊടാൻ പാടില്ലേ? സോറി. ഹലോ. Hello. Hi, Sid. Come in. യെസ് മാം. ഓവർ ടൈം പണി നടക്കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്താ മാം? Come, sit. തനിക്ക് തരാൻ വാങ്ങിച്ചത്. താങ്ക്സ്. വൈകിട്ട് എന്താ പരിപാടി? ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. മൂവി, ഡിന്നർ, ഓ whatever you like. ഇന്ന് കുറച്ച് തിരക്കുണ്ട് മാം. നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാം. It's okay. See you tomorrow. See you, ma'am. ശരി, എന്നെ ഒന്നും വിളിക്കാത്ത എന്താണ് കാര്യം? He said, my gift. Thank you. You're welcome. വൈകിട്ട് ഇതിന് മാത്രം എന്താ പരിപാടി? പക്ഷേ പൊക്കം മാത്രമുള്ള ഒരു കാര്യമില്ല. ഹലോ. ഇറങ്ങിയോ? ഇറങ്ങി. ഞാനിവിടെ സിറ്റി സെന്ററിലുണ്ട്. ഇങ്ങോട്ട് വരുമോ? എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഞാനെത്തി. നീ എവിടെ? ഓക്കെ. Excuse me, sir.
ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 minutes. ബുദ്ധിമുട്ടാവും. എന്ത് മനുഷ്യനാണ്ടി? വാ. ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ചില കസ്റ്റമേഴ്സ് നമ്മളെ ഭ്രാന്ത് വിടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫുൾ മൂടാണ്. വീട്ടിലെത്തട്ടെ, നമുക്ക് മൂടൊക്കെ ശരിയാക്കാം. ഇത് ഇവിടെ വരെ എത്തിച്ചപ്പോൾ എനിക്ക് അറിയൂ, ഡ്രൈവിംഗ് എനിക്ക് പറ്റിയ പണിയല്ല. നീ ഓടിച്ചാൽ മതി. വണ്ടി ഓടിച്ചാലേ നീ പഠിക്കൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒരിക്കലും പഠിക്കില്ല. ധൈര്യമായിട്ട് ഓടിച്ചോ, ഞാനല്ലേ കൂടെ. നീ ഉള്ളതാണ്ട് പേടി. നിന്റെ നോട്ടം കണ്ടാൽ എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോവും. എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ചൂടാവരുത്. ശരി, പേടിക്കണ്ട. നീ വണ്ടി സ്റ്റാർട്ട്, ഞാൻ ചൂടാവില്ല. വണ്ടി സ്റ്റാർട്ട്, ക്ലച്ച് മെല്ലെ എടുത്താൽ മതി. നോക്കി എടുക്കും. ആളെ കണ്ടില്ലേ? ഇല്ല. ക്ലച്ച് ഗിയർ മാറ്. വണ്ടി പോ. ഇതല്ലേ ക്ലച്ച്? ബ്രേക്കാണ്. വണ്ടി വണ്ടി എടുക്കും. കാറ് നിന്നെയല്ല ഓടിക്കണത്, നീയാണ് കാർ ഓടിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഏത് ഗിയറില? ഏത് ഗിയറില? അറിയില്ല. അറിയില്ല. ഒച്ചയായിട്ടാറിലൂടെ സെക്കൻഡ് ഗിയറിലാണ്. ഗിയർ മാറ്റിക്ക്. വണ്ടി കിടന്ന് ഇടിക്കണ കണ്ടില്ലേ? ക്ലച്ച് ഫുള്ള് ചവിട്ടിട്ട് ഗിയർ മാറ്റി. അതെന്താ ചൂടാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഓടിക്കുന്നില്ല എന്ന്. ചൂടായില്ലല്ലോ. വണ്ടി പറയുന്നത് തോന്നിയാസം കാണിക്കുന്നു. ഇവിടെ അഞ്ജലി കണ്ണു കണ്ടോ? ഇതേ അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ഫുൾ അമർത്തുക, ഫസ്റ്റ് ഗിയർ ഇടുക, വണ്ടി എടുക്കുക. ഇത് വലിയ പണിയില്ല സാർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 റുപ്പീസ് ആവുന്നുള്ളൂ. സാറിന്റെ പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. താങ്ക്സ്. യു വെൽക്കം സാർ. യെസ് സാർ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നോക്കികൾ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയേട്ടാ. കയ്യിലുള്ള കൊടുത്താൽ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. അസിസ്റ്റന്റ് മാനേജർ ആള് കൊള്ളാലോ. ഉടനെ പ്രൊമോഷനൊക്കെ കിട്ടോ? ഈ പോക്ക് പോയി മിക്കവാറും അവരെന്നെ കൊണ്ടേ പോവും. കൊള്ളു നിന്നെ. നിനക്ക് ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിക്കൂടെ അഞ്ജലി? തുടങ്ങി. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കായിരുന്നു.
ഫോണൊന്നും എടുക്കാണ്ടില്ലേ? ആരത്? അതൊരു ഞരമ്പ് രോഗിയാ. ഇവിടെ ഒന്നും വേറൊരു പണിയില്ല. ഞാൻ സംസാരിക്കാം. എന്താ? എന്റെ അമ്മു, അത് അതിലും വലിയ പണിയാവും. ആവശ്യം വരുമ്പോ പറഞ്ഞോളാം. കുറച്ചുകൂടെ ഒച്ചത്തിൽ ചോക്കാൻ പറ്റൂ? So sorry. 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 Hey. അമ്മ, സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡി ആവുന്നേ ഉള്ളൂ. എന്താ അമ്മേ വിശേഷം? അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ, അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ആ ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയാ വിളിച്ചത്. അജുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പന്റെ കലിപ്പിതരോടും മാറിയിട്ടല്ലേ? നമുക്ക് എന്തായാലും പോകണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ ബസ്സിന്റെ കൂടി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. ആലോചിക്കും. നീ ആ പെർഫ്യൂം അടിച്ചല്ലേ? കുറച്ച് ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണം തന്നെ വേണം. തന്റെ ഡെസ്കിൽ നിന്ന് കുറച്ച് കംപ്ലയിൻസ് കസ്റ്റമർ കെയറിൽ പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സായിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തന്റെ കരിയറിനെ തന്നെ ബാധിക്കും. ഷുവർ സർ. ബി സീരിയസ്, ഓക്കെ? ഗുഡ് ഈവനിങ് സർ. സാറിന്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്. സാർ സാർ, വണ്ടിയുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയതുകൊണ്ട് 10 പൈസ പോലും സാറിന് ക്ലെയിം കിട്ടില്ല സാർ. മൊത്തം കാശ് സാറ് തന്നെ അടയ്ക്കേണ്ടി വരും. അത് പറയുമ്പോ തനിക്കെന്താ ഇത്ര സന്തോഷം? സാറേ, കസ്റ്റമേഴ്സിനോട് ചിരിച്ചിട്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എന്റെ പണി പോകും സാർ. താങ്ക് യു സാർ.
ബോർഡിങ്ങിൽ ചേർക്കുന്ന വിചാരിക്കുന്നത്. അപ്പം മതിച്ചിട്ട് അവൻ ഇത്രയും വഷളായത്. കാപ്പി വേണോ? വേണ്ട. കറണ്ട് പോയി. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാണാഞ്ജലി ജ്യൂസ്. അപ്പൊ ശരി, പോട്ടെ. വാച്ചു പോവാം. ഒന്ന് നന്നായിക്കോട്ടു. അവനെ അവൻ ശരിയല്ലേ. ചോദിച്ചു വാങ്ങിച്ചതല്ലേ, ചോദിച്ചു വെച്ചു. ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. വന്ന് കുട്ടികളെന്നുമില്ല, വലിയവരെന്നുമില്ല. ആ ചെറുക്കൻ ഇറങ്ങി പോകാൻ നേരത്തെ പറഞ്ഞ നീ കേട്ടതല്ലേ? കാര്യമായിപ്പോയി. അല്ലെങ്കിലും എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടല്ലോ. അതിനെങ്കിലും ഒരാളുണ്ടല്ലോ. സോറി, ഞാൻ ശ്രമിക്കാനിട്ടല്ല. ചില നേരത്തെ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. സിദ്ധു, എനിക്കറിയാം ഇതൊന്നും മനഃപൂർവ്വമല്ലാന്നും നീ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നും. പക്ഷെ അത് എനിക്ക് മാത്രമേ അറിയൂ. മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്നില്ല. തൽക്കാലം നീ മാത്രം മനസ്സിലാക്കിയാൽ മതി. പോരാ, ഇതെങ്ങനെ പോയാൽ പറ്റില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നീ ഇങ്ങനെ മോശമാവുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ ഈ ദേഷ്യം മാറണം. അതിനെ നീ തന്നെ വിചാരിക്കണം. But I'll help you. I promise. സിദ്ധു, നമുക്ക് എല്ലാവരും വേണ്ടേ? ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരും. I'll try my best. Thank you. Promise. Love you. ഹായ്. ഹേയ് സിദ്ധു, ഹായ്. ലേറ്റ് ആയോ? കുറച്ച്. ഹായ്. Hi. എല്ലാവരും ഉണ്ടോ അവിടെ? Hello, sir. Hello. Welcome. This is our zonal manager. Sir, this is my wife, Anjali. Nice to meet you. Please try. ഏതാണ് ആ പെർഫ്യൂം തന്ന പെണ്ണ്? കറുത്ത സർ. എവിടെ? കുറേ ടാറ്റു ഉള്ള. പ്രായം കുറച്ച് കൂടുതലാണല്ലേ? പക്ഷെ കണ്ടാ പറയില്ല. ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു ടാറ്റു. Not funny. എന്താണ് മസിൽ പിടിച്ചോണ്ടിരിക്കണേ? പോയി എന്തിലെടുത്ത് കഴിക്കുന്നേ? ഫ്രീ ആയിട്ട് കിട്ടണല്ലേ? ഞാൻ അടുത്തൊല്ലം കിട്ടുള്ളൂ കേട്ടാ. ഇതെന്താണ് അതും പറയാൻ പാടില്ലേ?
ഹായ് ഹായ് ഹലോ സ്മിത നേരത്തെ പരിചയപ്പെടുത്തിയ ഇല്ല. പെടുത്തിട്ടെ പെട്ടോളാം. പാട് വിടും കോട്ടേച്ചി. Hi, Sid. Hi, ma'am. Hi. This is my wife, Anjali. Oh, hi. She's so cute. Oh, വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പോൾ വന്നോളൂ മാം. Oh, okay. Hey, I'll take care of her. You hang out with your friends, okay? Come. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്തേ എല്ലാം കൂടി കണ്ടിട്ട് കൺഫ്യൂഷൻ ആയ? എന്ത് കൺഫ്യൂഷൻ? പാർട്ടി ആയതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഐസ്ക്രീം Hey, Siddharth. Hey, Hi, sir. I saw your leave application. What's it? അതെനിക്ക് മസനഗുഡി വന്നപ്പോൾ വൈഫിന് വീട്ടിലൊരു ഫംഗ്ഷൻ. Uh-huh. I'll be back in 2 days. Masnagudi. That's a nice place. Fun, yeah? Thank you. Welcome. നിങ്ങളോട് ചൊടിയാണല്ലേ കഴിച്ചേ? കണ്ടാ പറയില്ല കേട്ടാ. പുള്ളിക്കാരെ ഭയങ്കര ചൂടിനാണല്ലേ? എങ്ങനെ സഹിക്കണ്? സമ്മതിക്കണോ കേട്ടാ? ആഹാ താനിവിടെ നിൽക്കണല്ലേ? വെറുതെ കുട്ടി പേടിച്ചിട്ടൊന്നും മിണ്ടാത്ത. ശരിയെന്നാ വരട്ടെ. കഴിച്ചാവല്ലോ, പോയി കഴിക്കുമല്ലോ. അവനെന്താ പറഞ്ഞിട്ടോ? സിദ്ധു സിദ്ധു ആ, രാവിലെ ഇറങ്ങേണ്ടതല്ലേ? ഞാൻ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇറങ്ങിയാലോ? ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് കഴിച്ചിട്ട് പോകാം. വാ. വിശക്കുന്നുണ്ട്. എനിക്ക് ഏയ് സിദ്ധു, നീ എടുത്തോ, ഞാൻ പോരാ. ശരി. ഒരു ഡ്രിങ്ക്സിന് കൊടുത്തോ? ഇല്ല, ഞാനിപ്പോൾ ഇറങ്ങും. ഉറപ്പാണോ? ഡ്രൈവ് ചെയ്യണം. ഓക്കെ സിദ്ധു, അടുത്ത സൺഡേ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ട്രീറ്റ് ഉണ്ട്, വീട്ടിൽ വെച്ചാൽ നീ വൈഫിനെ കൂട്ടി വരണം. ഷുവർ. ഷുവർ ഷുവർ. മറ്റുള്ളവര് പാട്ടോടെ എന്ത് സന്തോഷം എന്നറിയോ? ഒരു കാറ് മേടിച്ചിട്ട് പുറകെ എടുത്ത് ചെലവ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. സമ്പാദിച്ച് കൂടുതൽ കള്ളൻ. കുറെ നേരെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് മേത്തടിച്ച് സംസാരിക്കരുത്. നിനക്കെന്താ തലക്കേറി? ഏത് നായന്റെ മോളാണ് കിടന്ന് തുറക്കം വരാത്ത?
ഹലോ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ, സിദ്ധുവിന് ആട് മാറിപ്പോയതാ. എൻ്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. നമ്പർ നോക്കാതെ സിദ്ധു ഫോൺ എടുത്തത്. ഞാൻ സിദ്ധുവിന് ഫോൺ കൊടുക്കാം. എനിക്ക് വേണ്ട, വരുന്നെങ്കിൽ നേരത്തെ പുറപ്പെടാൻ പറ. നിങ്ങൾ പുറപ്പെട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ പപ്പ വിളിച്ചത്. ശരി അമ്മ, വിളിക്കാം. സമാധാനമായല്ലോ? ഞാൻ അറിഞ്ഞു നിന്റെ പപ്പയാണ്. പപ്പയുണ്ടെങ്കിൽ തെറി വിളിക്കോ? അങ്ങനെ തല്ലും തെറി വിളിച്ചും ആരും എന്നെ സഹായിക്കണ്ട. വന്ന് സഹിക്കാൻ പറ്റാത്ത എന്തിനാ ഞാൻ പണ്ടേ എങ്ങനെ എനിക്ക് എങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലോ എന്നോട് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പൊ എന്നെ സഹിക്കാൻ പറ്റാതെ എങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണ്ട. എന്താ വെച്ച് തീരുമാനിച്ചു? ഓഹോ, അതാണല്ലോ എന്റെ സൊല്യൂഷൻ. ഞാനും കൂടി പോയാലുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല. നീ കൂടി പോയി എന്ത് സംഭവിക്കും? ഞാൻ ചത്തു. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. സൗരം ചെയ്യുന്നവർ ഇറങ്ങിപ്പോ.
നീ കണ്ടവനാണ് കാണിച്ചത്. എനിക്ക് വേണ്ടി അയാൾ പൊക്കോട്ടെ. പ്ലീസ് സിദ്ധു.